ഹായ് ഉള്ള അപ്പൊ നമ്മൾ ഇന്നുള്ള കുന്നംകുളമുള്ള മാസ്ട്രോ ജിമ്മിലാണ്. നമുക്ക് മാസ്ട്രോ ജിമ്മിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, നമുക്ക് മാസ്ട്രോ ജിമ്മിന്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെയുള്ള ട്രെയിനറോട് ചോദിക്കാം. ബ്രോ, എന്താ പേര്? അനൂപ്. ഈ ജിമ്മിലെ ട്രെയിനറാണ്. നമ്മുടെ ഈ ജിം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മള് ഗുരുവായൂർ റോഡ് ഇറ്റുമാണി ഹോസ്പിറ്റലിലേക്ക് എത്താനൊക്കെ മുന്നേ ഫോറസ്റ്റ് എന്ന ബിൽഡിങ്ങിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഷെറീസ് കണ്ണൂർ അതിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ ജിം വരുന്നത്. കുന്നംകുളത്ത്. ഓക്കെ, നമ്മുടെ ഇവിടെ എത്ര ട്രെയിനേഴ്സ് ഉണ്ട് ടോട്ടൽ? മൊത്തം 3 ട്രെയിനേഴ്സാണ് ഉള്ളത്. ഞാനും പിന്നെ വേറെ 2 പേരുണ്ട്. ഒരാൾ ഓണറും കൂടിയിട്ടാണ്. ഓക്കെ, നമ്മളിവിടെ അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ എത്രയുണ്ട്? എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മുടെ ഓണർ ലിയേട്ടനാണ് ആളെ, ഞാൻ ഇവിടുത്തെ ട്രെയിനറും. ആളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 15-20 വർഷത്തിന്റെ മേലെ എക്സ്പീരിയൻസ് പറയേണ്ടി വരും. പിന്നെ ഞങ്ങൾ 2 പേരാണ് വെച്ചെങ്കിൽ ഒരു 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. 3 പേരും സർട്ടിഫിക്കറ്റ് ട്രെയിനേഴ്സ് ആണ്. ലിയേട്ടനാണ് ഇവിടുത്തെ ഓണറും ഹെഡ് കോച്ചും അടുത്ത ഓണറും ലിയേട്ടനാണ്. ആൾക്ക് എന്തായാലും ഒരു 20, ഞാനൊരു ഏകദേശമാണ് പറയുന്നത്, എന്തായാലും കൂടുള്ളൂ. ആളൊരു 18, ആളുടെ SLC മുതൽ ആൾ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ആൾക്ക് ഏകദേശം ആളുടെ പ്രത്യേകിച്ച് വെച്ചിട്ടൊരു 20 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് എന്തായാലും ആൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ബ്രോ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? അല്ല, ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രി ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ചൂസ് ചെയ്യാൻ റീസൺ ഞാൻ ജസ്റ്റ് വർക്കൗട്ട് ഇപ്പോൾ ലിയേട്ടനായിട്ട് മുന്നേ ഉള്ള കോണ്ടാക്ട് ആണ്. ആള് നാട്ടിലുള്ള ആളാണ്. അപ്പോൾ ആളെ മുന്നേ അറിയാം. അപ്പോൾ ആളുടെ ബേസിലാണ് ജിമ്മിലൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇതിനൊരു ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങും. പിന്നെ ലിയേട്ടൻ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ലിയേട്ടൻ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ തന്നെ നമുക്ക് കാണിച്ചു തരാൻ നിർത്തും. ആ വർക്കൗട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും, ആ വർക്കൗട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ലിയേട്ടൻ പറഞ്ഞ് അതിന്റെ കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് പിന്നെ ആ ഫീൽഡിലേക്ക് അങ്ങനെ മാറുകയാണ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ജിമ്മിൽ ഏത് ബ്രാൻഡിന്റെ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്? നമ്മള് സ്ലീക്ക് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലീക്ക് ഫിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ലീക്ക് ഫിറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്തൊക്കെ ട്രെയിനിങ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ജസ്റ്റ് ജിമ്മിങ് മാത്രമാണോ അതോ വേറെ എല്ലാം എന്തൊക്കെയുണ്ട് ഇവിടെ? സ്ട്രെങ്തനിങ്, അതുപോലെ സൂംബ, അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുക, ബോഡി ബിൽഡിങ്, നമ്മളെല്ലാം ബോഡി ബിൽഡിംഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടുന്ന് എത്ര അത്ലീറ്റ്സ് ഉണ്ടായിട്ടുണ്ട്? അതായത് ലൈക്ക് നമ്മളൊരു 1 വീക്ക് ആയിട്ട് ഈ ജിമ്മൊന്ന് മാറിയതിനു ശേഷം ഇങ്ങോട്ട് മാറിയതാണ്. 1 വീക്ക് അല്ല, ജിമ്മ് തന്നെയായിരുന്നു. നമ്മൾ മെഷീൻസ് ഒക്കെ മാറിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, പുതിയ മെഷീൻസ് അതുപോലെ അപ്പുറത്തേക്കൊക്കെ എടുത്തു. നമ്മള് ജിമ്മൊന്ന് മൊത്തത്തിലൊന്ന് വലുതാക്കി. നമ്മൾ മുന്നേ പഴയ മെഷീൻസും പഴയ ഒരു ജിമ്മായിരുന്നു. അവിടുന്ന് ഇപ്പൊ ഈ ജിമ്മിക്ക് മാറിയതിനു ശേഷം നമ്മളിപ്പോ ബോഡി ബിൽഡിംഗ് ഒന്ന് ബാക്കിലാണ്. കാരണം പിള്ളേര് കൂടുതലാണ്, പിന്നെ ലേഡീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാനോ ശ്രദ്ധിക്കാനോ പറ്റാത്ത കാരണം നമ്മളിപ്പോ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കുറച്ച് പുറകിലാണ്. ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം മുതൽ വീണ്ടും അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ജിമ്മിന്റെ ഇപ്പൊ യൂണിസെക്സ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ലേഡീസിനൊക്കെ ട്രെയിനേഴ്സ് സെപ്പറേറ്റ് ഉണ്ടോ അതോ? ഇല്ല, ലേഡീസിന് ഇപ്പോ ആളെന്നെയാണ് ചെയ്യുന്നത്. 3 പേരും ചെയ്യും. അപ്പുറത്ത് ലേഡീസിന് സെപ്പറേറ്റ് റൂമാണ്. ലേഡി ട്രെയിനറെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ അത്ര ഒരു വെറുതെ പേരിന് ഒരു ലേഡീസ് ട്രെയിനർ നിർത്തുന്നൊക്കെ നല്ലത്. നമുക്ക് തന്നെ കൂടുതൽ ലേഡി ട്രെയിനർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ലേഡി ട്രെയിനർ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇപ്പൊ ബ്രോ, നമ്മുടെ ജിമ്മിൽ ഇപ്പോ ഈ ജിമ്മിന്റെ വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് മോർണിംഗ് ഒരു 5:30 സ്റ്റാർട്ട് ചെയ്യും. 5:30 സ്റ്റാർട്ട് ചെയ്ത ഒരു 9:30 വരെ ഒരു സെക്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ട് ഒരു 9:30 ശേഷം പറഞ്ഞ പോലെ പോയി വർക്കിനെ പോകുന്ന മക്കളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരെന്നൊക്കെ പറഞ്ഞേച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഒരു 9:30 തൊട്ടിട്ട് ഒരു 10:30-11 മണി വരെ നമ്മൾ വീണ്ടും ആ സെക്ഷനിൽ ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ജെന്റ്സ് ഉണ്ടാവില്ല. പിന്നെ ഈവനിങ് വരിക. ഈവനിങ് നമ്മളൊരു 4 മണിക്ക് ഓപ്പൺ ആക്കും. 4 മണിക്ക് ഓപ്പൺ ആക്കിയ ഒരു 10 മണി വരെ ആണ് ശരിക്കും ടൈം. പിന്നെ നമ്മൾ ഈ 9 മണി 9:30 സമയത്തൊക്കെ ഷോപ്പിൽ നിൽക്കുന്ന പിള്ളേരുണ്ട്. അവരൊക്കെ ഷോപ്പ് അടച്ച് വരുന്ന സമയം കണക്കാക്കിയിട്ട് അവർക്ക് ഒരു കംഫർട്ട് ആവുന്ന രീതിയിൽ അരമണിക്കൂർ കൂട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. ഇല്ല, അവരത് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരാറും. എല്ലാവരും 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മളൊരു അരമണിക്കൂർ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാലത്ത് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് പോയി. അപ്പൊ അതുകൊണ്ട് ടാസ്ക് ആണ്. അപ്പൊ അവരുടെ ടൈമിന് വേണ്ടിട്ട് നമ്മള് ഒരു അരമണിക്കൂർ, കൂടുതലൊന്നുമില്ല. നമുക്ക് ധാരാളമാണ്. ഇപ്പൊ 8:30 കഴിഞ്ഞ് വരുന്ന ആൾക്ക് വന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 10 മണിയാകുമ്പോൾ ജസ്റ്റ് അധികം
റെസ്റ്റ് എടുക്കാണ്ട് വർക്കൗട്ട് ചെയ്യാൻ ഒരു ടൈം ഓക്കെ വാമപ്പ് ചെയ്ത് വർക്കൗട്ട് ഒരു 1.5 മണിക്കൂർ മതിയല്ലോ. ആ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് അതിൽ നേരം നിൽക്കാനും പറ്റില്ല. മോർണിംഗ് വീണ്ടും വരണം. പിന്നെ 5 മണിയാകുമ്പോൾ നീറ്റ് 5:30 ഇവിടെ എത്തണമെങ്കിൽ ഒരു 4:45 അല്ലെങ്കിൽ എണീക്കണം. ഓക്കെ ബ്രോ, അപ്പൊ നമ്മുടെ ജിമ്മിന്റെ ഫീസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? ഫീസ് നമുക്ക് അഡ്മിഷൻ ഫീസ് 1000 ആണ് വരുന്നത്. ഓക്കെ, അഡ്മിഷൻ ഫീസ് 1000, പിന്നെ മന്ത്ലി ഫീസ് 700 ആണ്. അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പാക്കേജ് എന്തെങ്കിലും ഉണ്ടോ? 3 months, 6 months, 1 year പാക്കേജ് നമ്മൾ അവരുടെ ഗോളും കൂടി നോക്കിയിട്ടാണ് പാക്കേജ് കൊടുക്കുക. ഇപ്പൊ നമ്മള് ചിലവര് പറയും 3 മാസത്തേക്ക്, നമ്മൾ അവരുടെ ഗോളും എയിമും കൂടി നോക്കിയിട്ട് നമ്മൾ ഒരു പാക്കേജ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാ? ഫോർ എക്സാമ്പിൾ എന്റെ ഗോൾ എന്ന് പറയുന്നത് മസിൽ ബിൽഡിംഗ് ആണ്. എനിക്കൊരു 6 months ഒരു 10 kg ആഡ് ചെയ്യണം. നമ്മളതിനെ യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ്സ്, ഇപ്പോൾ പൗഡർ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ഫിഗർ പറയാൻ പറ്റില്ല. ഇപ്പോൾ വരുന്ന ആളുടെ വേട്ടനൊക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു എമൗണ്ടില് കറക്റ്റ് എമൗണ്ട് നമ്മൾ നോക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അതിന്റെ ഡീറ്റെയിൽസ് ഏകദേശം നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ബ്രോ, നമ്മൾ ഈ ഒരു ജിം സെറ്റ് ചെയ്യാൻ ഏകദേശം അപ്രോക്സിമേറ്റ് എത്ര രൂപ വന്നിട്ടുണ്ടാവും? ഏകദേശം ഒരു ഇതിന്റെ മെഷീൻസിന് മാത്രം ഒരു 25-ന്റെ അടുത്തൊക്കെ. 25 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 25-ന്റെ അടുത്ത്. ഞാൻ ഏകദേശം പറയുന്നത് കറക്റ്റ് എമൗണ്ട് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആളാണ് ഹെഡ് കോച്ച്, ആൾക്കൂടെ ഇല്ലാത്ത കാരണമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് എമൗണ്ട് പറയണമെങ്കിൽ ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 25-ന്റെ അടുത്ത് മെഷീൻസ് മാത്രം. പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസ് വേറെ, ത്രെഡ്മില്ല്, അതുപോലെ ഈ ബാക്കിയുള്ള എക്സ്പെൻസ് ലൈറ്റ്, അങ്ങനത്തെ പെയിന്റിങ്, അതൊക്കെ വേറെ വരും. മെഷീന്റെ ഒരു എമൗണ്ട് മാത്രമാണ് 25. പിന്നെ മറ്റു ജിമ്മുകളിൽ ഇല്ലാത്ത ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും നമ്മുടെ ജിമ്മിലുണ്ടോ? ഇല്ല, നമ്മൾ സാധാരണ ഇപ്പൊ മൊത്തത്തില് കോമൺലി എല്ലായിടത്തും കണ്ടുവരുന്ന മെഷീൻസ് തന്നെയാണ്. പിന്നെ ഇതെന്തിന്റെ മെഷീനാ? എനിക്ക് നമ്മള് ഫ്ലൈസ്, ഇൻക്ലൈൻ ഫ്ലൈസ് ആണല്ലേ? മെഷീൻസ് കുറച്ച് കൂടുതലാന്ന് മാത്രം. ഇവിടെ ഈവനിങ് സമയത്ത് മോർണിംഗ് സമയത്തൊക്കെ കുറച്ച് തിരക്കുള്ള കാരണം മറ്റുള്ള ജിമ്മിനെ കൂടുതൽ മെഷീൻസ് കുറച്ച് കൂടുതലുണ്ട്. മെഷീൻസ് കൂടുതൽ, അതായത് മെഷീന് വേണ്ടി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് സെപ്പറേറ്റ് മെഷീൻസ്. ഇപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 3 ബെഞ്ച് വരും. 3 ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് വരുന്നുണ്ട്. 3 ബെഞ്ച് വരും. സാധാരണ 1-2 ബെഞ്ചിൽ വരുള്ളൂ. അതെ, എവിടെ 3 ഒന്ന് ഇംഗ്ലൈൻ ബാർ ചെയ്യുന്നത്, ഇംഗ്ലൈൻ ബെഞ്ച് മാത്രം. ഇതിൽ തന്നെ ഫ്ലൈസും കൂടി ചെയ്യുന്ന രീതിയിൽ അധികം ലാഗ് ഇല്ലാത്ത രീതിയിൽ ക്യൂ നിൽക്കണ്ട മെഷീൻസിന് വേണ്ടി ഉണ്ടെങ്കിലും നമുക്ക് അധികം പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സെറ്റപ്പില് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മെഷീൻസ് സ്ട്രഗിനൊക്കെ സെപ്പറേറ്റ് മെഷീൻ, സാധാരണ സ്ട്രഗ് മെഷീൻസ് ഉണ്ടല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. സെപ്പറേറ്റ് വരിക, അപ്പുറത്ത് ടിപ്സ് ചെയ്യണതും അല്ല അങ്ങനെ സാധാരണ വരിക. രണ്ടും കൂടി ഒന്നും നമുക്ക് അതിനെ സെപ്പറേറ്റ് സ്ട്രഗ് ചെയ്യാൻ വേണ്ടി മാത്രം. സ്ട്രഗ് മാത്രം നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. ഡെഡ് ലിഫ്റ്റ്, കാഫ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാസ്റ്റർ ഓഫ് ജിമ്മിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു ബ്രോ, ഇത്ര നേരം ഞങ്ങളായിട്ട് സഹകരിച്ചതിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ ജിം ടൂറായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ബൈ.